ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. ആമേൻ. താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 22 അതിൻ്റെ 24 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുക എത്ര ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങളിൽ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്ന് തൃപ്തന്മാരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും മനോഹരമായ ഈ തിരുവചനത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. അത്ര സത്യമാണ്. ഞാനും എൻ്റെ അനുഭവത്തിലത് അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന് എത്ര സത്യം. ഹല്ലേലൂയ. എന്നേക്കാൾ ഒരുപക്ഷെ അറിഞ്ഞും അനുഭവിച്ചും സാക്ഷ്യം പറയുന്നവരൊക്കെ ഇതിനകത്തുണ്ടാവും. ഇരട്ടി പങ്ക് കൃപയോടെ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ അരിഷ്ടതയിൽ എന്നെ ഓർത്തവൻ, എന്നെ മറക്കാതെ എന്നെ സ്നേഹിച്ചവൻ, എൻ്റെ കർത്താവ്, ഇതൊക്കെ ഒന്ന് പറയാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ എത്ര വലുതാണെന്നറിയാം ദൈവമക്കളെ. അരിഷ്ടത വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സങ്കടം, ഒരു വേദനിക്കുന്നൊരനുഭവം, ഒറ്റപ്പെടുന്നൊരനുഭവമൊക്കെ വരുമ്പോൾ ദൈവമക്കളെ, കൈവിട്ടു പോകുന്ന ബന്ധങ്ങളല്ല, പക്ഷെ ഒരിക്കലും കൈവിടാത്തവൻ, നമ്മളെ വെറുക്കാതെ നമ്മളെ സ്നേഹിച്ച് നമ്മളെ ചേർത്ത് നിർത്തുന്ന കർത്താവ് ജീവിക്കുന്നു. ഈ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതരങ്ങളെ ദൈവം തുറക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വചനത്തെ കേൾപ്പിക്കുന്നത്, തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കത്ര ചെയ്തത്. വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കത്ര ചെയ്ത്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മുടെ വാക്ക്, നമ്മുടെ സങ്കടം ഒന്ന് പറയാൻ ആഗ്രഹിച്ച് നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ സങ്കടം ഒന്ന് കേൾക്കാൻ ഒരു മനസ്സില്ല അല്ലേ. ഞാൻ പറയുന്നൊന്ന് കേട്ടിരുന്നെങ്കിൽ, എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കാനൊരു മനസ്സ് അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയേറെ കഷ്ടം സഹിക്കില്ലായിരുന്നു. ഒന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയങ്ങളായിരുന്നു, ഒന്ന് സംസാരിച്ചാൽ തീരുന്ന സങ്കടങ്ങളായിരുന്നു ഒക്കെ നമ്മൾ പറയുമല്ലോ ദൈവമക്കളെ. എന്നാൽ എല്ലാവർക്കും ഒന്ന് കേൾക്കാൻ നഷ്ടങ്ങളെയോ കഷ്ടങ്ങളെയോ കണ്ണുനീരിൻ്റെയോ വേദനയുടെയോ പരാജയത്തിൻ്റെയോ ഒരു കാര്യവും സങ്കടത്തോടെ ചെന്ന് പറയുമ്പോൾ അതൊന്ന് കേൾക്കാൻ എല്ലാവർക്കും മനസ്സിൽ ആഗ്രഹം തോന്നിയെന്ന് വരികയില്ല. എന്നാൽ എത്രയേറെ വലിയ ദുഃഖത്തിലും നിരാശയിലും കണ്ണുനീരിൻ്റെ താഴ്വരയിലാണെങ്കിലും ദൈവമക്കൾ എത്ര നിന്ദിക്കപ്പെട്ടവരാണെങ്കിലും ത്യജിക്കപ്പെട്ടവരാണെങ്കിലും ആർക്കും വേണ്ടാത്തവരാണെങ്കിലും നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ മുഴങ്കാൽ മുടക്കിയ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ അപ്പം തന്നെ ഉത്തരം തരുന്ന ദൈവം ജീവിക്കുന്നുവെന്ന് നമുക്ക് സാക്ഷി പറയാൻ അവസരമുണ്ട്. എനിക്ക് ആ അവസരം കിട്ടിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ വൈദ്യന്മാരും കൈവിട്ടപ്പോൾ, എല്ലാവരും എന്നെ ഓർത്ത് സങ്കടപ്പെട്ടപ്പോൾ, എൻ്റെ മരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. എപ്പോഴാണ് എൻ്റെ ജീവൻ പോകുന്നത്? ഈ കിടക്കുന്ന കിടപ്പിൽ നിന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ എടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ പ്രാർത്ഥന എനിക്ക് കേൾക്കാമായിരുന്നു. ആ പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവമക്കളെ, മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ഒരു രോഗിയായ മകളെ കണ്ട് ഒരമ്മമാർക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ അമ്മയും എൻ്റെ ജീവനെ എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച അനുഭവങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ കിടക്കയെ കർത്താവ് മാറ്റി വിരിച്ചതോർത്ത സ്തോത്രം. ഹല്ലേലൂയ. സൗഖ്യം തന്ന നാൾ മുതൽ ഈ 32 വർഷം കർത്താവിനെ സാക്ഷ്യകരിപ്പാൻ ദൈവം സഹായിച്ചു. അതിന് എനിക്കൊരുപാട് ദൈവത്തോട് നന്ദിയുണ്ട്. ഈ സാക്ഷ്യം പറയാനോ ഒരുപാട് കഷ്ടം സഹിക്കേണ്ടി വരുന്നു, ഒത്തിരി നിന്ന കേൾക്കേണ്ടി വന്നു, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കേണ്ടായിട്ടുണ്ട്, ഒത്തിരി കണ്ണുനീരിൻ്റെ അവസ്ഥ, പട്ടിണി, നിന്ന, പരിഹാസം, വേദന, ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ കടന്നു വന്നപ്പോഴും ഈ സാക്ഷ്യം പറഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ കത്തിയൊരുകുന്ന മെഴുകുതിരിയായി തീരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ സാക്ഷ്യം ഒന്ന് പറയേണ്ടതിന് വേണ്ടി, ഈ ശുശ്രൂഷയൊന്ന് ചെയ്യേണ്ടതിന് വേണ്ടി ഏറെ സഹിക്കാൻ കർത്താവ് കൃപ നൽകുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പുണ്യനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് ദൈവമക്കളെ. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കത്ര ചെയ്തത്. അതേ, വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം തരുന്ന ദൈവം ജീവിക്കുന്നു. ഈ ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം കിട്ടുകയല്ലേ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതെ നമ്മൾ ലോകത്തിൽ ആരെയും നോക്കേണ്ട ദൈവമക്കളെ.
നമുക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷ പലരുടെയും കരങ്ങളിലാണ്, പലരുടെ മുഖത്തേക്കാണ്. അല്ല, അവങ്കലേക്ക് നോക്കിയാരും ഒരു നാൾ ലജ്ജിച്ച് പോകത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമുക്ക് വേണ്ടി ഉത്തരം തരുന്ന ദൈവം. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങളിൽ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണുക ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്ന് തൃപ്തന്മാരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. കർത്താവിനെ മാത്രം നോക്കി കർത്താവിൻ ഗ്രഹിക്ക് എല്ലാം സഹിച്ചും ക്ഷമിച്ചും കർത്താവിന് വേണ്ടി ജീവിക്കാൻ മനസ്സ് വെച്ചിരിക്കുന്ന നന്ദി നിറഞ്ഞ ദൈവത്തോട് നന്ദിയും കടപ്പാടുള്ള എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകും. ദൈവമക്കളെ, പോരാ, നമ്മുടെ ഈ ആഷ്കാലം പോരാ പറഞ്ഞു തീർക്കാൻ. ദൈവമേ സ്തോത്രം. അത്രമാത്രം നമ്മളെത്ര വാത്സല്യത്തോടെ, ഇത്ര കരുണയോടെ, ഇത്ര കരുതലോടെ നമ്മുടെ കുറവുകളെല്ലാം ക്ഷമിച്ച് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പൊന്നു തമ്പുരാൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ രാപ്പകൽ സ്തുതിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നായ എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവ് നൽകിയ സകല ഉപകാരങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഉപകാരം പ്രാപിച്ചവരാരും കർത്താവേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ ആ വാത്സല്യത്തിൻ്റെ ആ കരുണയുടെ അനുഭവത്തിൽ നിന്ന് ഒരിക്കലും കൈവിട്ട് മാറാതെ ആ പാദപീഠത്തിൽ നന്ദിയുടെ വാടാ മലരായി കിടക്കുവാൻ എല്ലാവരെയും സഹായിക്കണേ. ഏത് പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലും കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം, വാഴ്ത്തുവാൻ തക്കവണ്ണം എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവിടുന്ന് നൽകിയ നന്മകൾ ഓർത്താൽ ജീവിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കരുണ ഒന്നും മാത്രമാണെന്ന്, കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണെന്ന്, കർത്താവിൻ്റെ കരുതലൊന്നും മാത്രമാണെന്ന് അനുഭവിച്ചുകൊണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന എല്ലാവർക്കും ഇരട്ടി പങ്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഭയപ്പെട്ട് ഈ ദൈവസന്നിധിയിലെ നന്മ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ ദൈവസന്നിധി നകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കർത്താവ് ചെയ്ത ഉപകാരത്തെ ഒന്നോർക്കാൻ നിറഞ്ഞൊരു മനസ്സ് കൊടുത്ത് ദൈവമേ, നഷ്ടപ്പെട്ട താലന്ത് തിരിച്ചെടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ എല്ലാവരും ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.